അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 26 അധ്യായം 20 വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്നീ കാര്യങ്ങളെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം. ദൈവൻ നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകമുണ്ടാക്കണം, നീയും നിൻ്റെ ഭാര്യയും മക്കളും അതിൽ കയറേണം. മറ്റു ജീവികളുടെ കാര്യം ഞാനിവിടെ പ്രസ്താവിക്കുന്നില്ല. നോഹയും കുടുംബവുമായി അവർ 8 പേർ പെട്ടകത്തിൽ കടന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കോപം ഭൂമിയിൽ പെരുമഴയായി പെയ്യുമ്പോൾ പാപത്തിൽ രസിക്കുന്നവർ നശിക്കുന്ന കൂട്ടത്തിൽ നോഹയോടൊപ്പം ഉള്ള ആരും നശിക്കരുത്. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നോഹ അവഗണിച്ചില്ല. പെട്ടകമുണ്ടാക്കിയതിന് ശേഷം അവനും ഭാര്യയും മക്കളും അതിൽ കയറിയിരുന്നു. കർത്താവിൻ്റെ ക്രോധം തീരുവോളം പെട്ടകത്തിൽ തന്നെ നോഹ ഇരിക്കണമായിരുന്നു. 1-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെ നോഹ പെട്ടകത്തിൽ ഇരുന്നിട്ടും ഒരു തുള്ളി മഴ ഭൂമിയിൽ പെയ്തില്ല. ഈ ദിവസങ്ങളിൽ മഹാമത്സരികളും കൊടും പാപികളുമായിരുന്ന ജനം നോഹയെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. കാരണം നോഹയുടെ പ്രസംഗ വിഷയമായ ന്യായവിധിയുടെ മഴ അന്നുവരെ ആ ജനം കണ്ടിട്ടില്ലായിരുന്നു. ആ കാലത്ത് മഴയില്ലായിരുന്നു. ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങിയാണ് സസ്യങ്ങളെ നനച്ചിരുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 7-ാം ദിവസം മഴ ശക്തിയോടെ പെയ്യുവാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് നോഹ മണ്ടനല്ല എന്ന് ജനത്തിന് ബോധ്യമായത്. ആ സമയത്ത് ഉയർന്നു വന്ന പെരുവെള്ളമാകുന്ന ന്യായവിധിയുടെ വെള്ളത്തിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയാതെ ഉയരങ്ങൾ അന്വേഷിച്ചു പോയ ജനങ്ങളെ പിന്തുടർന്ന ന്യായവിധിയുടെ വെള്ളം ഉയർന്നുകൊണ്ടേയിരുന്നു. ഒടുക്കം ഭൂമിയിൽ മൂക്കിൽ ശ്വാസമുള്ള സകലതും മരിച്ചു എന്ന് ബൈബിൾ പ്രഖ്യാപിച്ചു. നോഹയും പെട്ടകത്തിലുള്ളവരും മാത്രം രക്ഷപ്പെട്ടു. ക്രോധം കഴിയുവോളം നോഹ പെട്ടകത്തിൽ തന്നെയായിരുന്നു. ദൈവം പറഞ്ഞത് എന്താണോ അത് നോഹ അനുസരിക്കുന്ന നോഹയെ ലജ്ജിപ്പിപ്പാൻ ദൈവം ആരെയും അനുവദിച്ചില്ല. ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൽ മത്സ്യങ്ങൾക്ക് ന്യായവിധി ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം അവ വെള്ളത്തിൽ ജീവിക്കുന്നവയല്ലേ. ആ പഠിപ്പിക്കൽ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് ഞാൻ ആ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ജലപ്രളയ സമയത്ത് ഏറ്റവും ഉയർന്ന പർവ്വതത്തിന് 15 മുഴം ഉയരെ, അതായത് 25 അടി ഉയരെ വെള്ളം പൊങ്ങി എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വെള്ളം ഉപ്പുവെള്ളമായിരുന്നുവോ അതോ ശുദ്ധജലമായിരുന്നുവോ? നമുക്കത് കൃത്യമായിട്ട് പറയുവാൻ കഴിയുകയില്ല. രണ്ടാമത്തെ ചോദ്യം, ഉപ്പുവെള്ളത്തിലെ മത്സ്യത്തിന് ശുദ്ധജലത്തിലും ശുദ്ധജലത്തിലെ മത്സ്യത്തിന് ഉപ്പുവെള്ളത്തിലും ജീവിക്കുവാൻ കഴിയുമോ? അതിന് കൃത്യമായ മറുപടി പറയുവാൻ പ്രയാസമാണ്. വെള്ളത്തിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസം പോലും ജലജീവികളെ ബാധിക്കുമെന്ന് മത്സ്യകൃഷിക്കാർക്ക് നന്നായിട്ടറിയാം. എന്തു തന്നെയായിരുന്നാലും നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്നു. ദൈവക്രോധം തീരുവോളം പെട്ടകത്തിൽ തന്നെ വസിച്ചു. 430 സംവത്സരങ്ങൾ ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി ജീവിച്ചു. അവരുടെ വിടുതലിനായി യഹോവ മോശയെ എഴുന്നേൽപ്പിച്ചു. ബാധകൾ പലതും മിസ്രയീമിനെതിരെ ദൈവം പ്രയോഗിച്ചു. ഓരോ ബാധയ്ക്കും ശേഷം ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിയതിനാൽ ഇസ്രയേൽ ജനത്തെ ഫറവോൻ വിട്ടയച്ചില്ല. അവസാന ബാധയായ അവരുടെ മൃഗങ്ങളുടെയും ആദ്യജാതന്മാരുടെ മരണം നടക്കുന്ന രാത്രിയിൽ ഇസ്രയേൽ മക്കൾ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം കുറേ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ 2 കുറുമുടിമേലും പുരട്ടേണം. തന്നെയുമല്ല, അവർ വീടിൻ്റെ അകത്ത് കടന്ന് വാതിലടയ്ക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, മിസ്രയീമ്യരോടുള്ള ദൈവത്തിൻ്റെ ക്രോധം കഴിയുവോളം ഇസ്രയേൽ മക്കൾ ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടിയ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വാതിലടച്ച് വീടിൻ്റെ അകത്ത് വസിക്കണം. അന്ന് സന്ധ്യയായപ്പോൾ മിസ്രയീമ്യർ സന്തോഷത്തോടെ ജീവിച്ചു.
എന്നാൽ ആ സമയം ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള കനാൻ ദേശത്തേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങുകയായിരുന്നു. ആരും തങ്ങളുടെ വീട് വിട്ട് പുറത്തിറങ്ങിയതുമില്ല. ഇസ്രായേൽ ജനത്തിന് അറിയാമായിരുന്നു സംഹാരകൻ അർദ്ധരാത്രിയിൽ വരുമെന്ന്. രക്തമടയാളമുള്ള ഒരു വീടും സംഹാരകൻ ആക്രമിച്ചില്ല. വ്യവസ്ഥ പ്രകാരം വീടിൻ്റെ അകത്ത് കയറി വാതിൽ അടച്ചവരെല്ലാം സുരക്ഷിതരായിരുന്നു. ഇന്ന് നമ്മോടും കർത്താവിനൊന്നേ പറയാനുള്ളൂ: ദൈവത്തിൻ്റെ ക്രോധം കടന്നു പോകുവോളം മറയിൽ കടന്ന് വാതിലടച്ച് ഒളിച്ചുകൊള്ളുക. നമുക്കതെങ്ങനെ സാധിക്കും? അറയിൽ കടന്ന് വാതിൽ അടയ്ക്കുന്ന വ്യക്തിക്ക് പുറം ലോകവുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പറ്റാതെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ നമുക്ക് അത്യുന്നതിൻ്റെ മറവിൽ വസിക്കാം, സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യാം. വ്യവസ്ഥ പ്രകാരം മാത്രമേ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ സാധിക്കൂ. ഒരു കയ്യിൽ പാപവും മറുകൈയിൽ വിശുദ്ധിയും ദൈവം അംഗീകരിക്കുകയില്ല. നാം കർത്താവിൽ വസിച്ചാൽ നിശ്ചയമായും വരുവാനിരിക്കുന്ന സകല പ്രതികൂലങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ കഴിയുമെന്ന് ബൈബിൾ ഉറപ്പു തരുന്നു. നമുക്കെങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുവാൻ കഴിയും എന്നും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാം എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവരാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിൽ ഉള്ളവർ. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഉണ്ടാവുകയില്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തു പുറത്തും നാം അകത്തും വസിക്കുന്ന അവസ്ഥയാണത്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റേതായ തീരുമാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല. യേശുവിൻ്റെ തീരുമാനങ്ങൾ താൻ നിറവേറ്റുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടേതായ ലക്ഷ്യം ഒന്നും ഉണ്ടാവുകയില്ല. യേശുവിൻ്റെ ലക്ഷ്യം മാത്രമാണ് നമ്മുടെയും ലക്ഷ്യം. യേശുവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാമെങ്കിൽ നമ്മെ വിളിക്കുന്ന പേര് യഹോവ ഭക്തൻ എന്നായിരിക്കും. ദൈവഭക്തൻ അഥവാ ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവഭയത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും അഥവാ ഒഴിഞ്ഞ് രക്ഷപ്പെടും എന്ന് സഭാപ്രസംഗി 7-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്നും ദൈവഭക്തന്മാർ രക്ഷ നേടുമെന്ന് ചോദിച്ചാൽ ഒന്നാമതായി കള്ളപ്രവാചകന്മാരിൽ നിന്നും രക്ഷപ്പെടും. യേശുവിൻ്റെ 2-ാം വരവിൻ്റെ സമയത്ത് കള്ളപ്രവാചകന്മാർ അനേകർ എഴുന്നേൽക്കുമെന്ന് യേശു പ്രസ്താവിച്ചു. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ കാണിക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രവചനങ്ങൾ പോലും തിരിച്ചറിയാത്തവർക്ക് അവർ കാണിക്കുന്ന വലിയ അത്ഭുതങ്ങൾ കാണുമ്പോൾ അത് ദൈവത്താലല്ല കാണിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാനാകും? ഓർക്കുക, ദൈവകൽപ്പന അനുസരിക്കുവാൻ കൂട്ടാക്കാത്ത യഹൂദന്മാർക്ക് പലർക്കും യേശുവിനെ പോലും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ദൈവവചനം അഥവാ ദൈവകൽപ്പന അനുസരിച്ചാൽ മാത്രമേ കള്ളപ്രവാചകന്മാരെയും കള്ളപ്രാസംഗികരെയും ദുരാത്മാക്കളുടെ അത്ഭുതങ്ങളെയും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയൂ. മറ്റൊന്ന് വിശ്വാസത്യാഗമാണ്. യേശുവിൻ്റെ 2-ാം വരവിൽ നടക്കുവാൻ പോകുന്ന ആപത്ത് വിശ്വാസത്യാഗമാണ്. അതിക്രമം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. മാതൃകയായി ജീവിക്കുന്നവരാണെന്ന് നാം ധരിച്ചിരിക്കുന്ന പല ഉന്നതന്മാരും ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് ജീവിക്കുന്നതെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നല്ല മാതൃക കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നമുക്കുണ്ടായിരിക്കണം. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പഠിപ്പിച്ചു. പണത്തിനും അധികാരത്തിനും മറ്റുള്ളവരുടെ അംഗീകാരത്തിനും മറ്റുള്ളവരുടെ പുകഴ്ചയ്ക്കും ആഗ്രഹമുള്ളവരായി നാം ജീവിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാത്താൻ യേശുവിന് കൊടുക്കാം എന്ന് പറഞ്ഞതാണെന്നും എന്നാൽ യേശു അതെല്ലാം നിരസിച്ചു എന്നും നാം ഓർക്കണം. നാം അത് ആഗ്രഹിച്ചാൽ സാത്താൻ നമുക്കത് തരും. നാം നരകത്തിൽ എത്തിപ്പെടുമ്പോൾ മാത്രമേ നാം അനുഭവിച്ചു കൊണ്ടിരുന്ന ജനത്തിൻ്റെ പുകഴ്ത്തലും സമൂഹത്തിൻ്റെ അംഗീകാരവും സാത്താനാണ് നമുക്ക് തന്നതെന്ന് തിരിച്ചറിയുകയുള്ളൂ. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ദൈവഭക്തൻ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് രക്ഷപ്പെടുകയും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ പുകഴ്ത്തുവാൻ സാത്താനോ അവൻ്റെ
അനുചരന്മാർക്കോ കഴിയുകയില്ല. ആകയാൽ നോഹ ചെയ്തതുപോലെയും മോശയിൽ കൂടി കേട്ട ദൈവകൽപ്പന അനുസരിച്ച് പെസഹായും ചോരത്തിളിയും ആചരിച്ച് വീട്ടിൽ കയറി വാതിൽ അടച്ച് സംഹാരകനിൽ നിന്നും രക്ഷപ്പെട്ട ഇസ്രയേൽ മക്കളെപ്പോലെയും നമുക്കും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് വലിയ ദൈവകോപത്തിൽ നിന്നും രക്ഷ നേടുകയും നിത്യജീവന് അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയക്കണ്ണുകളെ തുറക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പീഡ അനുഭവിക്കുന്ന ജനത്തെ അങ്ങ് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.